എല്ലാവർക്കും പരിസര പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കലാകൈരളമാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്കൂളിലെ കലാമേളയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ സബ് ജില്ലാ കലാമേളകളൊക്കെ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ കലാമേള കണ്ടപ്പോൾ ഒരുപാട് കലകളുണ്ടായിരുന്നു അല്ലേ. എന്താണ് കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാടിൻ്റെ സാംസ്കാരിക സമ്പത്താണ് കലകൾ. കലകൾ എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിൽ പല രൂപത്തിൽ കലാരൂപങ്ങളുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് അറിയപ്പെടുക? ക്ഷേത്രകലകൾ, നാടോടിക്കലകൾ, അനുഷ്ഠാന കലകൾ, നാടൻ കലകൾ, അങ്ങനെ ഒത്തിരിയാണ് അല്ലേ. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ്? കൂടിയാട്ടം, തെയ്യം, കഥകളി, ഓട്ടൻതുള്ളൽ, ചവിട്ട് നാടകം, ഒപ്പന, മാർഗംകളി, ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കലാരൂപങ്ങൾ, കേരളത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപങ്ങൾ. അപ്പോൾ അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നോക്കൂ, ഫസ്റ്റ് പേജിൽ എന്താണ്? ഡയറി ആണല്ലേ. ആദ്യമായി എനിക്കിന്ന് സ്കൂൾ കലോത്സവത്തിൽ 2 സമ്മാനങ്ങൾ കിട്ടി. നാടോടി നൃത്ത മത്സരത്തിന് 1ാം സമ്മാനവും ലളിതഗാനത്തിന് 2ാം സമ്മാനവും. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ അവതരിപ്പിച്ച നാടകത്തിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സനൂജിൻ്റെ പ്രസംഗവും നിളയുടെ മോണാക്റ്റും ആയിരുന്നു. നീതുവിൻ്റെ ഡയറി വായിച്ചല്ലോ. നീതുവിന് ഏതൊക്കെ മത്സരങ്ങളിലാണ് സമ്മാനം ലഭിച്ചത്? നാടോടി നൃത്തത്തിനും അതുപോലെ ലളിതഗാനത്തിനുമാണ് നീതുവിന് സമ്മാനം ലഭിച്ചത് അല്ലേ. സ്കൂൾ കലോത്സവത്തിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടത്താറുള്ളത്? അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ കലോത്സവം കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഏതൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതൊക്കെ ഉണ്ടായിരുന്നു? സംഘഗാനം, പ്രസംഗം, പദ്യം ചൊല്ലൽ, ആംഗ്യപ്പാട്ട്, ഒപ്പന, തിരുവാതിര, കഥ പറയൽ, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, സംഘനൃത്തം, നാടോടി നൃത്തം, ലളിതഗാനം, ദേശഭക്തിഗാനം, മോണാക്റ്റ്, മൈമിങ്, മാർഗംകളി, ഇതൊക്കെ എന്താണ്? സ്കൂൾ കലോത്സവത്തിൽ നടത്താറുള്ള പരിപാടികളാണ് അല്ലേ. ഇനി നിങ്ങളുടെ സ്കൂളിൽ കൂടുതൽ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഈ കലകളിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഒരുപാട് കലകൾ അവതരിപ്പിക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ. മത്സരങ്ങൾ അങ്ങനെയാണെങ്കിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നവ ഏതൊക്കെ, സ്റ്റേജ് ആവശ്യമില്ലാത്ത ഇനങ്ങൾ ഏതൊക്കെ എന്ന് പട്ടികപ്പെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ട് 2 കോളങ്ങളിലാണ് എഴുതേണ്ടത്. അപ്പോൾ സ്റ്റേജ് ആവശ്യമുള്ളവ, സ്റ്റേജ് ആവശ്യമില്ലാത്തവ. ഓക്കെ, സ്റ്റേജ് ആവശ്യമുള്ളവയിൽ നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാം? നാടകം, ഒപ്പന, തിരുവാതിരക്കളി, ദഫ്മുട്ട്, മാർഗംകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം. ഇനി സ്റ്റേജ് ആവശ്യമില്ലാത്തത്: പ്രസംഗം, കഥ പറയൽ, പദ്യം ചൊല്ലൽ, ആംഗ്യപ്പാട്ട്, മോണോ ആക്ട്, ലളിതഗാനം. ഇവയ്ക്കൊക്കെ എന്താണ്? ആ സ്റ്റേജ് വലിയ സ്റ്റേജ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പത്രത്തിൽ കലോത്സവ വിജയികളുടെ വർണ്ണചിത്രങ്ങൾ കണ്ട നിള അമ്മയോട് ചോദിച്ചു, തിരുവാതിരക്കളി പെൺകുട്ടികൾ മാത്രമാണോ അമ്മയെ അവതരിപ്പിക്കുന്നത്? അമ്മ: അതേ മോളെ, തിരുവാതിരക്കളി സ്ത്രീകളുടെ സംഘനൃത്തമാണ്. ധനുമാസത്തിലെ തിരുവാതിരയാഘോഷത്തിന്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിക്കുന്നത്. കത്തിച്ച നിലവിളക്കിന് ചുറ്റും നിന്ന് കൈകൊട്ടിയാണ് ഇത് കളിക്കുന്നത്. നിള: അമ്മേ, കലോത്സവത്തിൽ മാർഗംകളി അവതരിപ്പിച്ചപ്പോഴും നിലവിളക്കുണ്ടായിരുന്നല്ലോ. അമ്മ: അതെ, മാർഗംകളിക്കും നടുവിൽ നിലവിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗംകളിക്ക് ആലപിക്കുന്നത്. മാർഗംകളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. തിരുവാതിരക്കളിക്ക് കേരളീയ വേഷമാണ് ധരിക്കുക. സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കളിക്കുന്ന മറ്റേതെങ്കിലും കലാരൂപം അറിയാമോ? അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? ഒപ്പനയും വട്ടപ്പാട്ടും ഒക്കെ വട്ടത്തിലാണല്ലോ അവതരിപ്പിക്കുന്നത്. അപ്പം അമ്മ എന്താ പറയുന്നത്? ശരിയാ, മുസ്ലിം സമൂഹത്തിൽ പ്രചാരത്തിലുള്ള ഒപ്പനയും വട്ടപ്പാട്ടും വട്ടത്തിൽ നിന്നു തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഒപ്പന കളിക്കുമ്പോൾ നടുവിൽ ഒരാളെ ഇരുത്തുന്നത് കണ്ടിട്ടില്ലേ നീള? അത് കല്യാണ പെണ്ണിനെയല്ലേ? അമ്മ: അതെ, വിവാഹാഘോഷങ്ങളിലെ സംഘനൃത്തമാണല്ലോ ഒപ്പന. വധുവിൻ്റെ ചുറ്റും നിന്നാണ് നൃത്തം ചെയ്യുന്നത്. വട്ടപ്പാട്ട് ആരാണ് അവതരിപ്പിക്കുന്നതെന്നറിയാമോ? നീള: ആൺകുട്ടികളല്ലേ? അമ്മ: അതെ, പുരുഷനാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആണരൊപ്പന എന്നും പറയാറുണ്ട്. നീള: അമ്മേ, മംഗലം കളിയും വട്ടത്തിൽ നിന്നാണല്ലോ അവതരിപ്പിക്കുന്നത്. പത്രത്തിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ. മംഗലം കളിയുടെ
ആ ഫോട്ടോ നോക്കെല്ലാവരും. അത് വട്ടത്തിൽ നിന്നാണല്ലേ കളിക്കുന്നത്. അപ്പം അമ്മ എന്താ പറയുന്നത്? മംഗലം കളി കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് പ്രചാരത്തിലുള്ളത്. അതും കല്യാണത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന കലാരൂപമാണ്. അപ്പോൾ മംഗലം കളി എന്താണ്? കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പ്രചാരത്തിലുള്ള ഒരു കലയാണെന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. മംഗലം കളിയും സ്ത്രീകളല്ലേ കളിക്കുന്നത്? നീളയുടെ സംശയമാണല്ലേ. അപ്പം അമ്മ എന്താ പറയുന്നത്? പ്രധാനമായും സ്ത്രീകളുടെ സംഘനൃത്തമാണ് മംഗലം കളി അവതരിപ്പിക്കുന്നത്. പുരുഷന്മാർ പാട്ട് പാടുകയും കൈകൊട്ടുകയും ചെയ്യുന്നു. കല്യാണക്കളിയെന്നും ഇതിനു പേരുണ്ട്. തുടർന്ന് തെക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള വില്ലടിച്ചാൻ പാട്ടിനെക്കുറിച്ചും അമ്മ വിവരിച്ചു. വാദ്യോപകരണം എന്ന നിലയിൽ തയ്യാറാക്കിയ വലിയ വില്ല്, കുടം, മണികെട്ടിയ കോൽ എന്നിവ ഉപയോഗിച്ച് താളമിട്ടുകൊണ്ടാണ് വില്ലടിച്ചാൻ പാട്ട് അവതരിപ്പിക്കുന്നത്. അംഗവിക്ഷേപങ്ങളും അഭിനയവും കൊണ്ട് പാട്ടിനെ ദൃശ്യപ്പൊലിമ വരുത്തുന്നു. നോക്കൂ, വില്ലടിച്ചാൻ പാട്ടിൻ്റെ ഫോട്ടോ നോക്കൂ. വലിയ വില്ലുണ്ട്, കുടമുണ്ട്, പിന്നെ മണി കെട്ടിയ കോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളിക്കുന്നു. മാർഗം കളിക്ക് ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്. മണവാളന്റെ ഗുണഗണങ്ങൾ മണവാട്ടിക്ക് മുമ്പിൽ ഒപ്പനപ്പാട്ടിലൂടെ അവതരിപ്പിക്കുന്നു. നായാട്ട്, തൊഴിൽ, അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതു കാര്യവും മംഗലക്കളിപ്പാട്ടിൻ്റെ വിഷയമാകാം. വില്ലടിച്ചാൻ പാട്ട് വന്ദനഗാനത്തോടെയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് കഥാഗാനങ്ങളാണ് അവതരിപ്പിക്കുക. അപ്പോൾ എന്താണ്? തിരുവാതിര, അതുപോലെ മാർഗം കളി, പിന്നെന്താണ് വട്ടപ്പാട്ട്, അതുപോലെ എന്താണ് മംഗലം കളി, വില്ലടിച്ചാൻ പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് അല്ലേ. നോക്കൂ, ഇനി നെക്സ്റ്റ് എന്താണ്? തെയ്യാണ് അല്ലേ. അപ്പോൾ തെയ്യം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ, തെയ്യം കണ്ടവർ. അപ്പോൾ തെയ്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? കലാബോധവും ഈശ്വരഭക്തിയും സമ്മേളിക്കുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം. വടക്കൻ കേരളത്തിലാണ് തെയ്യം എന്ന കലാരൂപം പ്രചാരത്തിലുള്ളത്. ഇതിന് തെയ്യാട്ടം, കളിയാട്ടം എന്നീ പേരുകളുമുണ്ട്. ദൈവം എന്ന പദത്തിലാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്ന് അഭിപ്രായമുണ്ട്. അതിനാൽ തെയ്യാട്ടം ദൈവത്തിൻ്റെ കോലം, അതായത് രൂപം കെട്ടിയ ആട്ടമാണെന്ന് പറയാം. നിയതമായ ഒരു അവതരണക്രമം തെയ്യാട്ടത്തിനുമുണ്ട്. പ്രധാന വാദ്യം ചെണ്ടയാണ്. കൂടാതെ മദ്ദളം, ഇലത്താളം, കൊമ്പ് എന്നിവയും ഉപയോഗിക്കുന്നു. വാദ്യമേളത്തിൻ്റെ താളത്തിനനുസരിച്ച് നടക്കുന്നതാണ് തെയ്യാട്ടം. അപ്പോൾ നമ്മളെന്താണ്? തെയ്യത്തിനെ കുറിച്ചിട്ടാണല്ലേ മനസ്സിലാക്കിയത്. തെയ്യം എന്താണ്? ഒരു അനുഷ്ഠാന കലയാണല്ലേ. ഈ ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യത്തിൻ്റെ ഉൽപ്പത്തി എന്നതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ തെയ്യത്തിൻ്റെ പ്രധാന വാദ്യം എന്താണ്? ചെണ്ടയാണല്ലേ. പിന്നെ ഏതൊക്കെ ഉപയോഗിക്കും? മദ്ദളം, ഇലത്താളം, കൊമ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കില്ലേ. കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നില്ലേ തെയ്യത്തിൻ്റെ രൂപം കാണുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കലയാണല്ലേ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നോക്കൂ, നെക്സ്റ്റ് എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്ന പദപ്രശ്നം ചിത്രങ്ങൾക്കും നിർദ്ദേശത്തിനും അനുസരിച്ച് പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വർക്ക് എന്താണ്? പദപ്രശ്നം പൂർത്തിയാക്കാനാണല്ലേ. വലത്തോട്ട് ആദ്യത്തെ പിക്ചർ നോക്കൂ. എന്തിൻ്റെയാണ്? മംഗലം കളിയാണല്ലേ. ഇനി മൂന്നാമത്തത് എന്താണ്? തെയ്യം. 5 മാർഗം കളി. ഇനി താഴോട്ടാണ്. താഴോട്ട് ആദ്യത്തെ ചിത്രം ഏതാണ്? കഥകളിയാണല്ലേ. ഇനി 2 എന്താണ്? ഒപ്പന. ഇനി 4ാമത്തെ ചോദ്യം എന്താണ്? തെയ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതായിരുന്നു? ചെണ്ട. ഇനി 6ാമത്തത് എന്താണ്? തിരുവാതിര. ചിത്രത്തിൽ കാണുന്ന നൃത്തരൂപങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതൂ. ആദ്യത്തെ ചിത്രത്തിൽ കാണുന്ന നൃത്തരൂപം ഏതാണ്? ഭരതനാട്യമാണ് അല്ലേ. 2ാമത്തേത് ഏതാണ്? ചാക്യാർ കൂത്താണ് അല്ലേ. ഇനി 3ാമത്തെ നോക്കൂ, ഏതാണ്? കേരള നടനാണ്. പിന്നെ 4ാമത്തേത് ഏതാണ്? നാടോടി നൃത്തം. അപ്പോൾ നമ്മളിവിടെ 4 നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങളാണ് മനസ്സിലാക്കിയത്. ഏതൊക്കെയായിരുന്നു? ഭരതനാട്യം, ചാക്യാർ കൂത്ത്, കേരള നടനം, പിന്നെയോ നാടോടി നൃത്തം. ഈ കലാരൂപങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് പതിപ്പ് നിർമ്മിക്കൂ. അപ്പോൾ ഇവിടെ നമ്മൾ 4 നൃത്തരൂപങ്ങൾ മനസ്സിലാക്കിയില്ലേ. ഏതൊക്കെയായിരുന്നു? ഭരതനാട്യം, ചാക്യാർ കൂത്ത്, പിന്നെയോ കേരള നടനം, നാടോടി നൃത്തം അല്ലേ. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ
എഴുതി പതിപ്പ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്തായിരുന്നു? ഭരതനാട്യമാണ് അല്ലേ. ഭരതനാട്യം തമിഴ്നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രശസ്തവുമായ ശാസ്ത്രീയ നൃത്തരൂപമാണ്. ഇത് ഭാവം, രാഗം, താളം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. ദേവദാസികൾ അവതരിപ്പിച്ചിരുന്നതുകൊണ്ട് ദാസിയാട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. ഇനി രണ്ടാമത്തത് ഏതായിരുന്നു? ചാക്യാർ കൂത്താണ് അല്ലേ. ചാക്യാർ കൂത്ത് അമ്പലങ്ങളിലോ കൂത്തുതറകളിലോ കൂത്തമ്പലങ്ങളിലോ ആയിരുന്നു ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചിരുന്നത്. ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കല രംഗത്ത് അവതരിപ്പിക്കുന്നത്. സമീപകാല സംഭവങ്ങളെയും സാമൂഹിക ചുറ്റുപാടുകളെയും ഒക്കെ ഹാസ്യാത്മകമായി അവതരിപ്പിക്കുന്ന ഒറ്റയാൾ പ്രകടനമാണിത്. ഇതിഹാസ കലകളെയാണ് പ്രതിപാദിക്കുന്നതെങ്കിലും അവയുടെ വിസ്താരത്തിനിടയിൽ സദസ്സിലിരിക്കുന്നവരെ വിമർശിക്കുന്നതും കൂത്തിൻ്റെ ഭാഗമാണ്. ചാക്യാർ കൂത്തിലെ മുഖ്യവാദ്യം മിഴാവാണ്. നമ്പ്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് മിഴാവ് വായിച്ചിരുന്നത്. കൂത്തു തുടങ്ങാറായി എന്ന് കാണികളെ അറിയിച്ചിരുന്നത് മിഴാവ് കുട്ടിയാണ്. അതിനുശേഷം നടൻ പ്രവേശിക്കും. വേദിയിൽ കത്തിച്ചു വെച്ച നിലവിളക്കിനു പിന്നിൽ നിന്നാണ് ചാക്യാരുടെ പ്രകടനം. വിദൂഷക സ്തോപം, ഇഷ്ടദേവസ്തുതി, പീഡിക പറച്ചിൽ എന്നിവയാണ് ചാക്യാർ കൂത്തിലെ ചടങ്ങുകൾ. നെക്സ്റ്റ് കേരള നടനാണ് അല്ലേ. കേരള നടനം സർഗാത്മക നൃത്തമാണ്. അതേസമയം അതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമാണ്. കഥകളിയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കഥകളി നടനമാണ് കേരള നടനമായി വളർന്നത്. ശാസ്ത്രീയമായ സർഗാത്മക നൃത്തം ഒരുപക്ഷെ കേരള നടനം മാത്രമായിരിക്കും. ഗുരു ഗോപിനാഥനും രാഗിണി ദേവിയും ഉണ്ടാക്കിയെടുത്ത നൃത്തരൂപമാണെങ്കിലും അത് ഇന്ത്യൻ നൃത്തകലയെ ക്ലാസിക്കൽ പാരമ്പര്യത്തിൽ വേരുറച്ചു നിൽക്കുന്നു. ആധുനിക സംവിധാനങ്ങളും ദീപവിധാനങ്ങളുമുള്ള സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പാകത്തിലാണ് കേരള നടനത്തിൻ്റെ അവതരണ ശൈലി. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ അഭ്യസിക്കാവുന്ന നൃത്തരൂപമാണ് കേരള നടനം. ഓക്കെ, ഇനി ലാസ്റ്റ് എന്തായിരുന്നു? ആ നാടോടി നൃത്തമാണ് അല്ലേ. ഒരു രാജ്യത്തിലെയോ പ്രത്യേക പ്രദേശങ്ങളിലെയോ ജനങ്ങളുടെ ജീവിത രീതികളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തമാണ് നാടോടി നൃത്തം. ഓക്കെ, നോക്കൂ, നീതുവിന് കലോത്സവത്തിന് 2ാം സ്ഥാനം ലഭിച്ചത് ഏത് ഇനത്തിനാണ്? ലളിതഗാനത്തിനാണ് അല്ലേ 2ാം സ്ഥാനം ലഭിച്ചത്. ലളിതഗാനം പോലെ സംഗീതത്തിന് മാത്രം പ്രാധാന്യമുള്ള മറ്റേതൊക്കെ സംഗീത രൂപങ്ങളുണ്ട്? ഇവിടെ തന്നിട്ടുള്ളത് കർണാടക സംഗീതമാണ് അല്ലേ. ഇനി നമുക്ക് ഏതൊക്കെ എഴുതി കൊടുക്കാനായിട്ട് പറ്റും? നാടൻ പാട്ട്, അതുപോലെ മാപ്പിളപ്പാട്ട്. ഇനി ഇതുപോലുള്ള വേറെ സംഗീത രൂപങ്ങൾ ഏതൊക്കെയുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, ശാസ്ത്രീയ സംഗീതം, സോപാന സംഗീതം, മാർഗസംഗീതം. ഇതൊക്കെ എന്താണ്? സംഗീതത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഓക്കെ, ചുവടെ കൊടുത്തിരിക്കുന്ന വായ്ത്താരി എല്ലാവരും ചേർന്ന് പാടിയാലോ? നോക്കൂ, എന്താണ് വായ്ത്താരി? ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതെയ്തോ. തുടർന്നുള്ള വരികൾ പാടി നോക്കൂ. ഇത് ഏത് പാട്ടിൻ്റെയാണ് നിങ്ങൾക്കറിയോ? ഏതാണ്? കുട്ടനാടൻ പുഞ്ചയിലെ നാടൻ പാട്ടിൻ്റെ വായ്ത്താരിയാണല്ലേ ഇത്. നോക്കൂ, നെക്സ്റ്റ് നാടൻ പാട്ടുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴിയായി പകർന്നു വന്നവയാണ് നാടൻ പാട്ടുകൾ. ഇവ സംഭാഷണ ഭാഷയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവയാണ്. ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷി, തൊഴിൽ, വിനോദം, ആചാരം എന്നിങ്ങനെ അനേകം വിഭാഗങ്ങളിലുള്ള നാടൻ പാട്ടുകളുണ്ട്. എന്തായിരുന്നു നാടൻ പാട്ടുകൾ? എന്താന്ന് പറഞ്ഞാൽ എന്താണ്? തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് വായ്മൊഴിയായി പകർന്നു വന്നവയാണ് എന്ത്? നാടൻ പാട്ടുകൾ അല്ലേ. ഇനി ഇവിടെ താഴെ വേറൊന്നുകൂടെ തന്നിട്ടുണ്ടല്ലോ. എന്താണത്? ശാസ്ത്രീയ സംഗീതം. കൃത്യമായ ആലാപന രീതികളോടും ചിട്ടകളോടും കൂടി അവതരിപ്പിക്കുന്ന സംഗീത വിഭാഗമാണ് ശാസ്ത്രീയ സംഗീതം. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ 2 വിഭാഗങ്ങളായ കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും കേരളം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സംഗീതജ്ഞനായ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലായി 500-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കർണാടക സംഗീതം എന്താണ്? സ്വാതി തിരുനാളിൻ്റെ കാലത്താണ് കേരളത്തിൽ ഈ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. എന്താണ്? സ്വാതി തിരുനാൾ ഭരിച്ചിരുന്ന ആ കാലത്താണ്. ഓക്കെ, ഇനി നോക്കൂ, നെക്സ്റ്റ് മാപ്പിളപ്പാട്ട്. മുസ്ലിം സമൂഹത്തിൽ ഏറെ പ്രചാരമുള്ള പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. വടക്കൻ കേരളത്തിൽ മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രത്യേക മലയാള ഭാഷയിലാണ്, അറബി മലയാളം, ഈ പാട്ടുകൾ കൂടുതലും രചിച്ചിട്ടുള്ളത്. മോയിൻകുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ പ്രമുഖൻ. ഓക്കെ, മോയിൻകുട്ടി വൈദ്യർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറം ജില്ലയിലെ
കൊണ്ടോട്ടിയിലാണ്. ഓക്കെ, അപ്പോൾ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ശാസ്ത്രീയ സംഗീതത്തിനെ കുറിച്ച് മനസ്സിലാക്കി, നാടൻ പാട്ടിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ. സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിംഗ് തുടങ്ങിയ മത്സരങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ? ഈ ചിത്രങ്ങൾ കണ്ടു പരിചയമുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ് തുടങ്ങിയ മത്സരങ്ങളിൽ പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ നോക്കൂ, 2 ചിത്രങ്ങളുണ്ടല്ലേ. ഈ ചിത്രങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇവ ലോക പ്രശസ്ത ചിത്രകാരനും കേരളീയനുമായ രാജാ രവിവർമ്മ വരച്ചതാണ്. രാജാ രവിവർമ്മയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആധുനിക ചിത്രകലയെ കേരളത്തിന് പരിചയപ്പെടുത്തിയത് അദ്ദേഹമാണ്. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ചലനശേഷി നൽകിയ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ AI വീഡിയോ ഒക്കെ ധാരാളമായിട്ട് ഉണ്ടല്ലേ. അതിൽ ഈ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾക്ക് ഒരു ചലനശേഷി കൊടുത്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളുടെ പകർപ്പുകൾ ശേഖരിച്ച് സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കൂ. ഈ രാജാ രവിവർമ്മ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിൻ്റെ പകർപ്പുകൾ ശേഖരിച്ചിട്ട് സ്കൂളിൽ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, പേജ് നമ്പർ 76, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ. ഇവിടെ എന്താണ്, ഒരു കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് ഇവിടെ കിടക്കുകയാണ് അല്ലേ. എന്താണ്, പൂരം കാണാൻ കൊണ്ടുപോകണമെന്ന് അമ്മയോട് പറയണം അല്ലേ. പൂരാണല്ലേ ഓർത്തിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം. നോക്കൂ, തൃശ്ശൂർ പൂരത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. തൃശ്ശൂർ പൂരം ഏത് അമ്പലത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്? വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണല്ലേ. അവിടെയാണ് എന്ത് തൃശ്ശൂർ പൂരം നടക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ. നിങ്ങളുടെ നാട്ടിലും ഉത്സവങ്ങളിലെ ഏതൊക്കെയാണവ? അവയെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ചുമർ പത്രിക തയ്യാറാക്കൂ. അപ്പോൾ ഓരോ നാട്ടിലും ഇപ്പോൾ എന്താണ്, നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണല്ലേ. അതുപോലെ നമ്മുടെ കേരളത്തിൽ 14 ജില്ലകളുണ്ടല്ലേ. ആ 14 ജില്ലകളിലുമായിട്ട് ഓരോ ഉത്സവങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ്, നിങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു ഉത്സവം ഏതാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏതാണ് ഉത്സവം ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ ജില്ലയിലുള്ള ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് പാലക്കാട് ജില്ലയിലാണെങ്കിൽ കൽപ്പാത്തി രഥോത്സവം, മണ്ണാർക്കാട് പൂരം, നെന്മാറ വേല, ജൈന ഉത്സവം, ഇതൊക്കെ എന്താണ്, പാലക്കാട് ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളാണ്. ഇനി മലപ്പുറം ജില്ലയിൽ വരുമ്പോഴോ തിരുമാതാംകുന്ന് പൂരം, അതുപോലെ നിലമ്പൂർ പാട്ട്, കൊണ്ടോട്ടി നേർച്ച, ഇതൊക്കെ എന്താണ് മലപ്പുറം ജില്ലയിലെ പ്രധാന ഉത്സവങ്ങളാണ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ പ്രചാരത്തിലുള്ള ഉത്സവങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെക്കുറിച്ച് കുറിപ്പെഴുതാനാണ് പറയുന്നത്. ഓക്കെ, മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും. അപ്പോൾ ഈ ഓണപ്പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അത് ആരാണ് എഴുതിയത്? സഹോദരൻ അയ്യപ്പനാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ, നിളയുടെ സ്കൂളിലെ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. എന്താണ്, എല്ലാവരും തിരുവാതിര കളിക്കുന്നുണ്ട്, പിന്നെ എന്താണ്, പൂക്കളം ഒരുക്കിയിട്ടുണ്ട്, പുലിക്കളി, അതുപോലെ മാവേലി, ഇതൊക്കെ എന്താണ്, നിളയുടെ സ്കൂളിലെ ഓണാഘോഷത്തിൻ്റെ ചിത്രങ്ങളാണല്ലേ. നമ്മുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. നിങ്ങളുടെ സ്കൂളിലും വീട്ടിലും എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പം നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്, അതുപോലെ സ്കൂളിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഓണം എന്താണ്, നമ്മുടെ ദേശീയ ഉത്സവമാണല്ലേ. ഓക്കെ, ഇനി സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഓണത്തിന് സ്കൂളിൽ പൂക്കളം ഒരുക്കൂലേ. ഓരോ ക്ലാസ്സിലും എന്താണ്, പൂക്കളം ഒരുക്കൂലേ. പൂക്കള മത്സരം ഉണ്ടാവൂലേ. പിന്നെയോ ഓണപ്പരിപാടികളായ സുന്ദരിക്ക് പൊട്ടുതൊടൽ, കലം പൊട്ടിക്കൽ, കസേരക്കളി, വടംവലി, ചാക്കിലോട്ടം, ലെമൺ സ്പൂൺ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ എന്നിവ നടത്താറുണ്ടല്ലേ. പിന്നെയോ മാവേലിയായി ഒരു കുട്ടി വേഷം ഇടൂല്ലേ. പിന്നെയോ എന്താണ്, എല്ലാവരും ചേർന്ന് എന്താണ്, സദ്യ ഒരുക്കും. പിന്നെ എന്താണ്, മെഗാ തിരുവാതിര ഉണ്ടാവൂലേ. ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെന്താണ് ഓണം സ്കൂളിൽ ആഘോഷിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഓണം വീട്ടിൽ ആഘോഷിക്കുക? ചിങ്ങമാസത്തിലെ അത്തം ദിവസം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പൂക്കളം ഒരുക്കുന്നതാണ് അത്തം നാളിലെ പ്രധാന ചടങ്ങ്. ഓരോ നാളുകൾക്കും പൂക്കളം ഒരുക്കുന്നതിനായി ഓരോ ആചാരങ്ങളുണ്ട്.
ഉപയോഗിക്കേണ്ട പൂക്കളുണ്ട്, പക്ഷേ അത് അത്ര കർശനമൊന്നുമല്ല. ഉത്രാടപ്പാച്ചിൽ എന്നത് തിരുവോണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമാണ്. വർണ്ണമനോഹരമായ പൂക്കളം ഒരുക്കുക, പുതുവസ്ത്രങ്ങൾ അണിയുക, ഊഞ്ഞാൽ ആടുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക, വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുക എന്നിവ തിരുവോണത്തിൻ്റെ ഭാഗമാണ്. ഇനി നോക്കൂ, ചിത്രത്തിൽ കാണുന്ന ആഘോഷങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. ഇവിടെ ചിത്രത്തിൽ കാണുന്ന ആഘോഷം ഏതാണ്? ക്രിസ്തുമസ് ആണല്ലേ. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം? ഡിസംബർ 25-ന് യേശുക്രിസ്തുവിൻ്റെ ജനനം അനുസ്മരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിസ്തീയ ആഘോഷമാണ് ക്രിസ്തുമസ്. ഇത് ഇപ്പോൾ ലോകമെമ്പാടും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു സാർവത്രിക ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. ഈ ആഘോഷത്തിൽ സമ്മാനങ്ങൾ കൈമാറൽ, ക്രിസ്തുമസ് ട്രീ അലങ്കരിക്കൽ, കരോൾ, പ്രത്യേക ഭക്ഷണം തയ്യാറാക്കൽ എന്നിവ പരമ്പരാഗത ആചാരങ്ങളിൽ പെടുന്നു. ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ തന്നെ സാന്താക്ലോസിനെ ഓർക്കാത്തവരായി ആരും തന്നെ ഇല്ല അല്ലേ? സമ്മാനങ്ങളുമായി വരുന്ന സാന്താക്ലോസ് കുട്ടികൾക്ക് ഏറെ പ്രിയമുള്ളതുമാണ്. അപ്പോൾ ഇവിടെ ചെറിയ ക്രിസ്തുമസിനെ കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഇതേതാണ്? ഈദുൽ ഫിത്തർ ആണല്ലേ. എന്താണ് ഈദുൽ ഫിത്തർ? ഹിജ്റ വർഷം ഷവ്വാൽ മാസം 1-നാണ് മുസ്ലിങ്ങളുടെ ആഘോഷമായ ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ. വ്രതാനുഷ്ഠാനത്തിൻ്റെ അവസാനത്തോടെയാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കപ്പെടുന്നത്. റമദാൻ വ്രതം ഒരു പുണ്യമായാണ് കരുതപ്പെടുന്നത്. ഒരു മാസത്തെ നോമ്പുതുറയും സൽക്കാരങ്ങളും 27-ാം രാവുമെല്ലാം ഒരു പെരുമ തന്നെ. അത്തറ് മണക്കുന്ന പുത്തൻ വസ്ത്രങ്ങളും മൈലാഞ്ചി മണക്കുന്ന കൈകളും ഈദുൽ ഫിത്തറിൻ്റെ ഒരു ഓർമ്മയാണ്. ഓക്കെ, അപ്പോൾ ഇനി ക്രിസ്തുമസ് ആവട്ടെ, ഈദുൽ ഫിത്തർ ആവട്ടെ, ഓണാവട്ടെ, ഏതാഘോഷമായാലും ഓരോ നാടിന് അതിൻ്റേതായ ആഘോഷ രീതികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതനുസരിച്ചിട്ടുള്ള വിവരണങ്ങൾ കൂട്ടിച്ചേർത്ത് വലിയൊരു കുറിപ്പ് തയ്യാറാക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇഷ്ടമുള്ള മറ്റ് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലേ? അവ ഏതൊക്കെയാണ്? കുറിക്കൂ, കൂട്ടുകാരോട് പങ്കുവയ്ക്കൂ. അതുപോലെ ഇപ്പോൾ നമ്മൾ ക്രിസ്തുമസ്, ഓണം, ഈദുൽ ഫിത്തർ അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ ആഘോഷങ്ങളാണ് ഇഷ്ടമുള്ളത്? നമ്മുടെ നാട്ടിൽ വേറെ ഏതൊക്കെ ആഘോഷങ്ങളാണ് ഉള്ളത്? ഈസ്റ്റർ, വിഷു, മുഹറം, അതുപോലെ ഒരുപാട് ആഘോഷങ്ങൾ ഇനിയുണ്ടല്ലേ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ആഘോഷിക്കുന്ന മറ്റു ഉത്സവങ്ങളും ഏതൊക്കെ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഉത്സവങ്ങളുണ്ടാവില്ലേ, അതേതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വർക്കുകളാണ് ചെയ്യാനുള്ളത്. വിലയിരുത്താം. ഓക്കെ, ആദ്യത്തെ വർക്ക് എന്താണ്? യോജിക്കുന്നവ വരച്ചു ചേർക്കൂ. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണല്ലേ. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖൻ ആരാണ്? മോയിൻകുട്ടി വൈദ്യർ. ലോക പ്രശസ്ത ചിത്രകാരൻ ആരാണ്? രാജാ രവിവർമ്മയാണല്ലേ. ഇനി സംഗീതജ്ഞനായ ഭരണാധികാരി സ്വാതി തിരുനാൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ വർക്ക് നോക്കൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക കലകൾ ഏതെല്ലാം? കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പ്രാദേശിക കലകൾ എടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഏതൊക്കെ പ്രാദേശിക കലകളാണ് കേരളത്തിലുള്ളത്? തെയ്യം ഉണ്ടല്ലേ. തെയ്യം, മാർഗംകളി, പടയണി, ചവിട്ട് നാടകം, തിടമ്പ് നൃത്തം, ഇതൊക്കെ എന്താണ്? കേരളത്തിൻ്റെ പ്രാദേശിക കലകളാണല്ലേ. ഇനി ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന തരത്തിൽ ഓരോ കുറിപ്പ് തയ്യാറാക്കണം. ആദ്യം നമുക്ക് തെയ്യത്തിനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാം. എങ്ങനെയാണ് എഴുതാം? ഗ്രാമീണ അനുഷ്ഠാന കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെയ്യം. വേഷത്തിൽ തന്നെ ദൈവമായി സങ്കല്പിക്കുന്നു എന്നതാണ് തെയ്യത്തിൻ്റെ പ്രത്യേകത. തെയ്യം കോലം പ്രധാനമായ അനുഷ്ഠാന കലയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രദേശങ്ങളിൽ ഈ കലയ്ക്ക് പ്രചാരമുണ്ട്. തെയ്യങ്ങളുടെ നാട് എന്നാണ് കണ്ണൂർ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാർഗംകളിയെ കുറിച്ച് എഴുതാം. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള വിനോദ കലയാണ് മാർഗംകളി. വിശുദ്ധ തോമാശ്ലീഹയുടെ ചരിത്രമാണ് മാർഗംകളിപ്പാട്ടിലുള്ളത്. നിലവിളക്ക് കൊളുത്തിവെച്ച് അതിനു ചുറ്റും 12 സ്ത്രീകളോ പുരുഷന്മാരോ പരമ്പരാഗത ക്രൈസ്തവ വേഷത്തിൽ പാട്ടുപാടി ചുവട് വെച്ച് നടത്തുന്ന കളിയാണിത്. പുരുഷന്മാരുടെ കളിയിൽ ആയോധന മുറകളും ഉണ്ടാകും. ഓക്കെ, ഇനി പടയണീനെ കുറിച്ച് എഴുതി കൊടുക്കാം.
കവുങ്ങിൻ പാളകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന വലിയ കോലങ്ങൾ അണിഞ്ഞ് തപ്പ്, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രങ്ങളിലും കാവുകളിലും നടത്തുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് പടയണി. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ വിവിധ പ്രദേശങ്ങളിലായി ഇത് പ്രചാരത്തിലുണ്ട്. നാടകം, സംഗീതം, നൃത്തം എന്നിവ സമന്വയിപ്പിക്കുന്ന ഈ കലാരൂപത്തിൽ വേഷങ്ങൾ ധരിച്ചുള്ള തുള്ളലും പാട്ടുകളും ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് ചവിട്ടുനാടകത്തിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാം. കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് രൂപപ്പെടുത്തിയതാണ് ചവിട്ടുനാടകം. ബൈബിൾ കഥകളെ ആസ്പദമാക്കി ഉടലെടുത്ത ഈ കലയുടെ ഭാഷ ചെന്തമിഴാണ്. പോർച്ചുഗീസുകാരോടൊപ്പം കേരളത്തിലെത്തിയ ഒരു കലാരൂപമായിരുന്നു ചവിട്ടുനാടകം. ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകം എന്നതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചവിട്ടുനാടകത്തിനെ കുറിച്ച് മനസ്സിലാക്കിയില്ലേ. ഇനി നെക്സ്റ്റ് തിടമ്പ് നൃത്തം. തിടമ്പ് നൃത്തം കണ്ടവരുണ്ടോ? അപ്പോൾ നമുക്ക് ഇനി തിടമ്പ് നൃത്തത്തിനെ കുറിച്ചാണ് ഒരു കുറിപ്പ് തയ്യാറാക്കുന്നത്. കാസർഗോഡുള്ള ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള മറ്റൊരു അനുഷ്ഠാന കലയാണ് തിടമ്പ് നൃത്തം. ഉത്സവവേളകളിലും മറ്റ് അനുഷ്ഠാനങ്ങൾക്കുമായി ശ്രീകോവിലിൽ നിന്ന് പുറത്തെഴുന്നള്ളിക്കുന്ന ദേവതാ സങ്കല്പമാണ് തിടമ്പ്. മുളന്തണ്ടുകൾ കൊണ്ടുണ്ടാക്കുന്ന ചട്ടത്തിൽ പൂക്കളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചാണ് തിടമ്പ് നിർമ്മിക്കുന്നത്. 10 പേരടങ്ങുന്ന സംഘമാണ് തിടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത്. തിടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത് ബ്രാഹ്മണ സമുദായക്കാരാണ്. 600 വർഷത്തിലധികം പഴക്കമുള്ളതാണ് തിടമ്പ് നൃത്തം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രാദേശിക കലകളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി. കൂടുതൽ കലകളുടെ വിവരണം നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി തുടർ പ്രവർത്തനങ്ങൾ. ആദ്യത്തെ പ്രവർത്തനം എന്താണ് മക്കളെ? ടീച്ചറിൻ്റെ സഹായത്തോടെ ഒരു കലാപ്രതിഭയെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ. കലാപ്രകടനം ആസ്വദിക്കാൻ വേദിയൊരുക്കൂ. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലേക്ക് എന്താണ് ഒരു കലാപ്രതിഭയെ ക്ഷണിച്ചിട്ട് ഒരു കലാപ്രകടനം കാഴ്ചവെച്ചിട്ട് അത് നിങ്ങൾക്ക് ആസ്വദിക്കാനൊരു അവസരം നൽകാനാണ് ഈ പ്രവർത്തനം. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കൂ. കേരളത്തിലെ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഒരു കൊളാഷ് നിർമ്മിക്കൂ. കേരളത്തിൽ നിരവധി കലാരൂപങ്ങളുണ്ടല്ലേ, അത് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക? ഒരു കൊളാഷ് നിർമ്മിക്കാനാണ് പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഓണവുമായി ബന്ധപ്പെട്ട കളികളും കലാരൂപങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി പതിപ്പ് തയ്യാറാക്കൂ. ഓണവുമായി ബന്ധപ്പെട്ട കളികളും കലാരൂപങ്ങളും അന്വേഷിച്ച് കണ്ടെത്തി പതിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളൊക്കെ മൺമറഞ്ഞു പോയ കാലമാണല്ലേ, എന്നാലും അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഓണപ്പൊട്ടൻ, ഓണത്തെയ്യം, കുമ്മാട്ടിക്കളി, അത്തച്ചമയം, വേലൻ തുള്ളൽ, ഇതൊക്കെ എന്താണ്? ഓണവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളാണ്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കളികളുണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? പുലിക്കളി, തിരുവാതിരക്കളി, വടംവലി, തലപ്പന്ത് കളി, ഓണത്തല്ല്, ഉറിയടി, കളിത്തട്ട് കളി, തുമ്പിത്തുള്ളൽ, കുട്ടിയും കോലും, ആട്ടക്കളം കുത്തൽ, ഇതൊക്കെ എന്താണ്? ഓണവുമായി ബന്ധപ്പെട്ട കളികളായിരുന്നു കേട്ടോ. ഇതൊക്കെ അധികം നാടുകളിൽ ഇപ്പം നിലവിലില്ലെങ്കിലും ഇതൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഓണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നതായിരുന്നു. ഓക്കെ, ഇനി എന്താണ് ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓണക്കാലത്ത് കോഴിക്കോട് മുതൽ വടക്കോട്ടുള്ള മലബാർ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കാഴ്ചയാണ് ഈ ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹം സംസാരിക്കില്ല, അങ്ങനെയുള്ളൊരു രൂപമാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 വർഷങ്ങൾക്ക് മുന്നേ ഉടലെടുത്ത ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി. പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോടിൻ്റെ തെക്ക് ഭാഗം എന്നിവിടങ്ങളിലാണ് ഓണത്തിൻ്റെ ഭാഗമായി കുമ്മാട്ടിക്കളി സാധാരണയായി ആചരിച്ചു വരുന്നത്. ഇനി ഓണത്തല്ല് എന്താണ്? പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിൽ നടന്നു വരുന്ന ഒരു സൗഹൃദ തല്ല് മത്സരമാണ് ഓണത്തല്ല്. ഓക്കെ, ഇനി അത്തച്ചമയ ആസ്ഥാനം തൃപ്പൂണിത്തുറയാണ്. തൃക്കാക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഓണപതാക ഉയർത്തുന്നതോടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഇന്ന് അത്തച്ചമയം സർക്കാരിൻ്റെ വകയുള്ള ജനകീയ ആഘോഷമാണ്. ചെണ്ടവാദ്യം, പഞ്ചവാദ്യം, താലപ്പൊലി, പുലിക്കളി എന്നിവയ്ക്ക് പൊലിമ നൽകുന്നതാണ് അത്തച്ചമയം. ഓക്കെ, ഇനി പുലിക്കളി.
തൃശ്ശൂരിലെ പുലിക്കളിയാണ് ഓണക്കാലത്തെ ഏറ്റവും വർണ്ണാഭമായ ആഘോഷം. 4-ാം ഓണത്തിനാണ് പുലിക്കളി അരങ്ങേറുക. പുലിവേഷം കെട്ടിയ വിവിധ ദേശങ്ങളുടെ പുലിക്കളിക്കാർ തൃശ്ശൂർ നഗരത്തിലെ റോഡുകളിൽ ചുവട് വയ്ക്കുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർ ഏറ്റവും ആഘോഷിക്കുന്ന സാംസ്കാരിക ഉത്സവവും പുലിക്കളിയാണ്. ഓക്കെ, ഇനി തിരുവാതിരക്കളി. മലയാളിയുടെ ഏത് ആഘോഷത്തിലും കടന്നു വരുന്ന ഒന്നാണ് തിരുവാതിരക്കളി. കേരളത്തിലെ വനിതകളുടെ സംഘനൃത്ത കലാരൂപം. കൈകൊട്ടിക്കളി, കുമ്മിക്കളി എന്നൊക്കെ അറിയപ്പെടുന്ന കലാരൂപം. ഓക്കെ, വടംവലി. കേരളത്തിലെ ഓണാഘോഷങ്ങളിൽ നിർബന്ധമായും കാണുന്ന ഒരു വിനോദ മത്സരമാണ് വടംവലി. 2 സംഘങ്ങളുടെ ബലപരീക്ഷണം നേരിട്ട് നടത്തപ്പെടുന്ന ഒരു കായിക വിനോദം. ഓക്കെ, ഇനി തലപ്പന്ത് കളി. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന നാടൻ കായിക വിനോദങ്ങളിൽ ഒന്നാണ് തലപ്പന്ത് കളി. തലമപ്പന്തെന്നും ഓണപ്പന്തെന്നും ഈ കളി അറിയപ്പെടുന്നുണ്ട്. ഓണക്കാലത്ത് നാട്ടിൻപുറങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ തലപ്പന്ത് കളിക്കാറുണ്ട്. തലയ്ക്ക് മീതെ കൂടി പന്തടിച്ച് കളിക്കുന്ന കളിയായതിനാലാണ് ഇതിന് തലപ്പന്തു കളി എന്ന പേര് വരാൻ കാരണം. ഓക്കെ, കളിക്കാർ 2 സംഘങ്ങളായി പിരിഞ്ഞ് ഒരു കൂട്ടർ കളിക്കുകയും മറ്റു കൂട്ടർ കാക്കുകയും ചെയ്യുന്നതാണ് തലപ്പന്ത് കളിയുടെ രീതി. ഇനി വേറെ ഉറിയടിയുണ്ട്, പിന്നെ അതുപോലെ കളിത്തട്ട് കളിയുണ്ട്, കുട്ടിയും കോലുണ്ട്. കുട്ടിയും കോലൊക്കെ ഇപ്പം നമ്മൾ ഓണത്തോടല്ലാതെ തന്നെ കുട്ടികൾ കളിക്കുന്ന കളിയാണ്. ഓക്കെ, ഇനി തുമ്പിതുള്ളൽ. തുമ്പിതുള്ളൽ എന്താണ്? പെൺകുട്ടികളാണ് തുള്ളൽ അവതരിപ്പിക്കുന്നത്. കയ്യിൽ തുമ്പച്ചെടിയുടെ കുടമോ മരത്തൂപ്പോ നടുക്കിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലുണ്ടാകും. ചുറ്റും നിൽക്കുന്നവർ പാട്ടുപാടുകയും ആർപ്പും കുരവയുമായി പെൺകുട്ടിയെ തുള്ളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് എന്ത്? തുമ്പിതുള്ളൽ. ഇനി എന്താണ്? വേലൻ തുള്ളലാണ് അല്ലേ. ഓണം തുള്ളൽ എന്നു കൂടി പേരുള്ള കല വേല സമുദായത്തിൽപ്പെട്ടവരാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് വേലൻ തുള്ളൽ എന്ന് പറഞ്ഞാൽ? ഓണം തുള്ളൽ എന്ന് പേര് കൂടി ഉണ്ട് അല്ലേ. ഉത്രാടം നാളിലാണ് ആദ്യം കളി തുടങ്ങുന്നത്. കളി സംഘം വീടുകൾ തോറും കയറിയിറങ്ങി കലാപ്രകടനം നടത്തുന്നു. ഇനി ഓണത്തെയ്യം. തെയ്യങ്ങളുടെ നാടായ ഉത്തര കേരളത്തിൽ ഓണത്തിന് മാത്രമുള്ള തെയ്യമാണ് ഓണത്തെയ്യം. മഹാബലി സങ്കല്പത്തിലുള്ള ഈ നാട്ടുദൈവത്തിന് ഓണത്താർ എന്നാണ് പേര്. ഉത്രാടം, തിരുവോണം നാളുകളിൽ ചെറിയ ആൺകുട്ടികളാണ് ഓണത്താർ തെയ്യം കെട്ടുക. മുഖത്ത് തേപ്പും ചെറിയ മുടിയും വലതു കൈയിൽ മണിയും ഇടതു കൈയിൽ ഓണവില്ലുമായി തെയ്യം വീടുകൾ തോറും കൊട്ടിപ്പാടി ആടിക്കുന്നു. ഇതാണ് ഓണത്തെയ്യം. അപ്പോൾ ഇത്രയും കളികളും അതുപോലെ ഓണത്തിനോടനുബന്ധിച്ചുള്ള കലാരൂപങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോവുകയാണല്ലേ. അപ്പോൾ ഇന്നത്തെ തലമുറയായ നിങ്ങൾ ഈ കുട്ടികളൊക്കെ എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഇത്തരം കലകളും കലാരൂപങ്ങളും കളികളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോയിരുന്നതാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കലാ കേരളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കിയത്? നമ്മുടെ കേരളത്തിൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട് അല്ലേ, ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.